ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒ ഹെൻറിയുടെ ദ റാൻസം ഓഫ് റെഡ് ചീഫ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി സ്റ്റഡീസ് 2-ലെ 4th ലെസൺ ആണിത്. അപ്പം ദ റാൻസം ഓഫ് റെഡ് ചീഫ് ഇസ് എ വെരി ഫണ്ണി ഹ്യൂമറസ് സ്റ്റോറിയാണ്. വളരെ സിമ്പിളാണ്. നമ്മളൊരു ഫിലിം കാണുന്ന പോലെ ഇരിക്കും. നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിലും ഹോളിവുഡ് ഫിലിമിലാണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും ഇങ്ങനെയുള്ള ഫിലിംസ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് വായിച്ച് നോക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫിലിംസാണ്. നമുക്ക് അതായത് വളരെ സിമ്പിളായിട്ട് നല്ല ഫണ്ണി ഹ്യൂമറസ് ആയിട്ട് എഴുതിയിരിക്കുന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ്. വില്യം സിഡ്നി പോട്ടർ എന്നാണ് ഒ ഹെൻറിയുടെ റിയൽ നെയിം എന്നുള്ളത്. അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് ഒ ഹെൻറി എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്യൂഡോണിമാണ് ഒ ഹെൻറി. ആൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2-3 വർക്ക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. 6s and 7s. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഒ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫാണ്. അത് മറന്നു പോകരുത്. ഈ ഒരു ഫണ്ണിയസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു റൂറൽ സ്മോൾ ടൗണിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു കൊച്ചിനെ 2 പേര് കിഡ്നാപ്പ് ചെയ്യുന്നു. ആ കൊച്ച് എന്നിട്ട് റാൻസം ചോദിക്കുകയാണ്. അതായത് മറ്റേ പൈസ വേണമെന്ന് ഇങ്ങനെ അതിൻ്റെ കൊച്ചിൻ്റെ അച്ഛന് ഒരു ലെറ്റർ അയച്ചു വിടുന്നു. ശല്യം സഹിക്കാൻ വയ്യാതെ ആ കൊച്ചിനെ ഈ 2 പേരും കൂടെ കിഡ്നാപ്പ് ചെയ്ത് 2 പേരും. ആ കൊച്ചിന് ഭയങ്കര കുരുത്തക്കേടാണ്. വളരെ മിസ്റ്റീവിയസ് ആയിട്ടൊരു ബോയാണ്. ഭയങ്കര റെസ്റ്റ്ലെസ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഇതിനെ അവസാനം ഇവർ 2 കിഡ്നാപ്പ് ചെയ്തവർ അതിനെ തിരിച്ച് അങ്ങോട്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. $250 അവർ അങ്ങോട്ട് കൊടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് തിരിച്ചങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റോറി. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് 2 പെറ്റി ക്രിമിനൽസ് ഉണ്ട്. പെറ്റി ക്രിമിനൽസ് എന്ന് വെച്ചാൽ 2 സ്മോൾ ക്രിമിനൽസ് ഉണ്ട്. അവരുടെ പേര് ബില്ലെന്നും സാമെന്നുമാണ്. സാമാണ് ഇത് നമ്മളുടെ അടുത്ത് നറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇവർ 2 പേരും കൂടി ഒരു വെൽതി ഫാമിലിയിലെ കൊച്ചുകുട്ടിയെയാണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് റാൻസം ചോദിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് പൈസ വേണം, കുട്ടിയെ തരണം എന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞ് റാൻസം ചോദിക്കുന്നു. ഈ പയ്യനാണെങ്കിൽ വളരെ സ്പോയിൽഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അവൻ ഇവർ 2 പേരെയും കൂടി വട്ടാക്കുകയാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ട് പൈസ കൊടുത്ത് പയ്യനെ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാം ആണ് ഇവിടുത്തെ നറേറ്റർ, അത് മറന്നു പോകരുത്. അലബാമയിലാണ് നമ്മുടെ ബില്ലും സാമും കൂടെ നിൽക്കുമ്പോഴാണ് അലബാമ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ബില്ലും സാമും കൂടി കിഡ്നാപ്പ് ചെയ്യാനുള്ള ഈ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പം സാം പറയുവാണ് അത് എപ്പോഴോ തോന്നിയ, ബില്ല് പറയുവാണ് എപ്പോഴോ തോന്നിയ ഒരു പൊട്ട ബുദ്ധിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴോ തോന്നിയതാണ് ഇങ്ങനെ കിഡ്നാപ്പിംഗ് എന്നുള്ളൊരു ഐഡിയ എന്നാണ് പറയുന്നത്. അവിടെ ഇവർ പറയുവാണ് അവിടെ അടുത്തൊരു ടൗണുണ്ട്. ടൗണിൻ്റെ പേര് സമ്മിറ്റ് എന്നാണ്. SUMMIT. സമ്മിറ്റിൽ അവിടുത്തെ ആ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് വളരെ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് പെസൻറ്റ് ഫാമേഴ്സാണ് താമസിക്കുന്നത്. അവിടെ ഇവിടെയും കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്. അവിടുന്ന് എവിടെന്നെങ്കിലുമൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പോയി ഒരു വീട്ടിൽ നിന്ന് ഒരു ബോയിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് നമുക്ക് റാൻസം ചോദിക്കാമെന്ന് പറയും. $2000 ചോദിക്കാമെന്ന് പറയും. ഓക്കെ, അപ്പം ബില്ലിനും ഇയാൾക്കും കൂടി $600 കയ്യിൽ ഓൾറെഡി ഉണ്ട്. അവർക്കൊരു $2000 കൂടി വേണം. എന്നാലേ അവർക്ക് എന്തോ ഒരു ഫ്രോഡലൻ്റ് ആയിട്ടുള്ളൊരു ഫ്രോഡ് പരിപാടി ചെയ്യാനാണ്. ഒരു സ്കീം പോലെ എന്തോ ഒരു കാര്യം ഒരു ഫ്രോഡ് പരിപാടി പ്ലാൻ ചെയ്യാൻ വേണ്ടി അവർക്ക് ഈ ഒരു പൈസയും കൂടി $2000 കൂടി വേണം. അപ്പോൾ ഇവർ പറയുവാണ് ഇതൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള കിഡ്നാപ്പിംഗ് പ്രോജക്റ്റിന് നല്ല സ്കോപ്പാണുള്ളത്. അതായത് വലിയ രീതിയിലുള്ള ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സൊന്നും ഇവിടെ വന്ന് ശല്യം ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ കോൺസ്റ്റബിൾസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ചുമ്മാ ആളുകൾ തന്നെ ഇറങ്ങിത്തിരിക്കത്തില്ലേ, അങ്ങനെയുള്ള ആളുകളെ ഈ കുട്ടിയൊക്കെ തട്ടിക്കൊണ്ട് പോയാലും തിരക്കി വരത്തുള്ളൂ. അല്ലാതെ വലിയ പോലീസുകാരോ അങ്ങനെ വലിയ ബിഗ് ഷോട്ടുകളൊന്നും ഇല്ലാത്തൊരു ടൗണാണ്. അപ്പോൾ ഇവർ സെലക്ട് ചെയ്തു, അതായത് അവിടെ തന്നെ ഉള്ള എബനസർ ഡോർസെറ്റിൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നത് എബനസർ ഡോർസെറ്റ് എന്ന് പറയുന്നത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടൊരു മനുഷ്യനാണ്. ഒരു ഫാൻസ്, അയാൾ ഈ പണമൊക്കെ ഇങ്ങനെ പലിശയ്ക്ക് കൊടുക്കുന്നൊരു മനുഷ്യനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അയാൾക്കൊരു മകനുണ്ട്, 10 വയസ്സുകാരനായിട്ടുള്ള ഒരു നല്ലൊരു കുട്ടി, കാണാൻ നല്ല രസമുള്ളൊരു കുട്ടി. അതായത് ഈ മാഗസിനിലൊക്കെ ഉള്ളതുപോലെ നല്ല മുടിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പം ബില്ലും സാമുമാണിത് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത് $2000 വേണ്ടി. അങ്ങനെ ഇവർ അങ്ങോട്ട് പോവാണ്. അവിടെ ഇപ്പോൾ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണമല്ലോ. അപ്പോൾ അവിടെ അടുത്ത് സമ്മിറ്റ് എന്നുള്ള ആ സ്ഥലത്തിൻ്റെ അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടൻ്റെ താഴോട്ടൊരു കേവ് ഉണ്ട്. ആ കേവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചു, കുട്ടിക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി നമുക്ക് കുട്ടിയെ അവിടെ കൊണ്ടുപോയി കെട്ടിയിടാമെന്നോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാമെന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ സൂക്ഷം പോലെ കുട്ടിയെ നോക്കാൻ പോകുന്നു. കിഡ്നാപ്പ് ചെയ്യാൻ പോകുമ്പോൾ ദ കിഡ് വാസ് ഓൾറെഡി ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് ഹി വാസ് ത്രോയിങ് റോക്സ് അറ്റ് എ കിറ്റൻ. അതായത് പൂച്ചക്കുട്ടിയുടെ നേർക്ക് ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബില്ല് പറയുവാണ് നിനക്ക് ക്യാൻഡി വേണോ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് പറയും കാറിൽ കൊണ്ടുപോകാമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും ഈ ബോയ് എന്ത് ചെയ്തു, ആ കല്ല് വെച്ചൊരു ഒറ്റ എറിയം കൊടുക്കും ഇവൻ്റെ കണ്ണിൽ. എന്നിട്ട് ഇയാൾ പറയും ഒരു കാര്യം ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി ഇവനെ അവരുടെ ആ വണ്ടിക്കകത്തോട്ട് കയറ്റിയിട്ട് കേവിലോട്ട് കൊണ്ടുപോകും.
കേവിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ബില്ലിനെ ഇവൻ നല്ല രീതിയിൽ ഉപദ്രവിച്ച് നശിപ്പിച്ച് വെച്ചേക്കുക. അയാളുടെ ദേഹം ഫുള്ള് സ്ക്രാച്ചസും ബ്രൂസസും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ഇത് അവിടെ തന്നെ നിൽക്കുവാണ്. പക്ഷേ കുട്ടി വളരെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുവാണേ. കുട്ടി വിചാരിച്ചു എന്തോ ക്യാമ്പിങ്ങിന് എങ്ങാണ്ട് കൊണ്ടുവന്നതാണ്. അതായത് ഇവന് ഒരിക്കലും സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമല്ല. ഇവൻ്റെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഫ്രീഡം ഒന്നുമില്ല. ഇവൻ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്ത് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുകൂടെ കിഡ്നാപ്പ് ചെയ്തത്. ഇവർ കിഡ്നാപ്പ് ചെയ്തതാണെന്നേ തോന്നുന്നില്ല. ഇവന് ജസ്റ്റ് ഒരു ക്യാമ്പിങ്ങിന് വന്നതുപോലെയാണ് ഈ കുട്ടിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവൻ അവിടെ എല്ലാ കേവിൻ്റെ പരിസരവും മൗണ്ടനും എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, മറ്റേ ബില്ലിൻ്റെ ദേഹം മൊത്തം പൊള്ളി ഇങ്ങനെ കീറി പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ബില്ല് അവിടെ ഫുള്ള് എന്താണ് അവിടെ എല്ലാം തുടയ്ക്കുവാണ്. അതിൻ്റെ ദേഹം എല്ലാം തുടച്ചുകൊണ്ടിരിക്കുവാണ്. സ്ക്രാച്ചസ് എല്ലാം പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ കുട്ടി നോക്കുമ്പോൾ ഉണ്ട് കോഫിയൊക്കെ ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടി അവൻ്റെ തലയിൽ 2 ഫെതേഴ്സ് എടുത്തിങ്ങനെ വെച്ചേക്കുവാണ്. അവൻ്റെ തലയെന്ന് പറഞ്ഞാൽ റെഡ് ഹെയർ ആണ് കേട്ടോ. അപ്പം 2 ഫെതേഴ്സ് എടുത്ത് തലയിൽ കുത്തി വെച്ചിരിക്കുവാണ്. എന്നിട്ട് അവൻ പറയുവാണ്, ഞാൻ റെഡ് ചീഫാണ്, ഞാൻ എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഗെയിം കളിക്കുവാണ്. എന്നിട്ട് ഇവൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ക്യാമ്പിങ്ങിന് വന്നതാണെന്ന്, അല്ലാതെ ഇവനെ ക്യാപ്റ്റീവായിട്ട് ഇവരിവിടെ വെച്ചേക്കുവാണെന്നൊന്നും ഇവന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ തോന്നുന്നില്ല. എന്നിട്ട് 2 പേർക്കും ബില്ലിനും സാമിനും ഇവൻ തന്നെ 2 പേരുകളൊക്കെ കൊടുക്കുകയാണ്. സ്നേക്ക് ഐ എന്നും പിന്നെന്താണ് ഓൾഡ് ഹാങ്ക് എന്നും പറഞ്ഞ് 2 പേരൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവർ സപ്പറൊക്കെ കഴിച്ചു. ഈ ചെറുക്കൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ബേക്കണും അതുപോലെ തന്നെ ബ്രെഡും ഗ്രേവിയും ഒക്കെ കഴിക്കുവാണ്. ആൻഡ് അവൻ ഒരു ഡിന്നർ സ്പീച്ച് തന്നെ നടത്തി. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ ക്യാമ്പിങ്ങിനൊന്നും വന്നിട്ടില്ല, എനിക്ക് പണ്ടൊരു ഒരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു ആനിമൽ. ഞാൻ എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് വയസ്സ് 9 ആയിരുന്നു. എനിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഗ്രേവി വേണം കഴിക്കാൻ. ഇപ്പം പിന്നെ ട്രീസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണോ കാറ്റടിക്കുന്നത്, അതുപോലെ എൻ്റെ വീട്ടിൽ 5 പപ്പീസുണ്ട്, എന്താണ് ബില്ലിൻ്റെ മൂക്ക് ചുമന്നിരിക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ ഒരുപാട് പൈസയുണ്ട്, ഈ സ്റ്റാർസ് ആകാശത്ത് കാണുന്ന സ്റ്റാർസ് എന്ന് പറയുന്നത് ചൂടാണോ, പിന്നെന്താണ് എനിക്ക് ഗേൾസിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓറഞ്ചസ് എന്തുകൊണ്ടാണ് റൗണ്ടായിട്ടിരിക്കുന്നത്, ഈ ഓക്സൻ ഉണ്ടല്ലോ, അതായത് ഓക്സ്, പിന്നെ ഇതെന്തുകൊണ്ടാണ്, കാളകളൊക്കെ എന്തുകൊണ്ടാണ് എന്തെങ്കിലും നോയ്സ് ഉണ്ടാക്കുമോ കാളകൾ, അതുപോലെ തന്നെ പിന്നെന്താണ് കേവിൽ ബുക്സ് വല്ലതും ഇരിപ്പുണ്ടോ ബെഡ് ഇരിപ്പുണ്ടോ ഉറങ്ങാൻ, അതുപോലെ തന്നെ ഇവൻ്റെ ഒരു ഫ്രണ്ടിന് 6 വിരലുകളാണ് കാലിലുള്ളതെന്നും പാരറ്റിനും സംസാരിക്കാൻ പറ്റും, പക്ഷേ എന്തുകൊണ്ടാണ് മങ്കീസിനും ഫിഷിനും സംസാരിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോളൂ. ആവശ്യമില്ലാത്ത കുറേ അൺനെസറി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മിസ്റ്റീവിയസ് ആണല്ലോ ഈ കുട്ടി. അങ്ങനെ ഇവൻ തന്നെ എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റിക്ക് എടുത്ത് റൈഫിൾ പോലെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബില്ലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ബില്ല് ആദ്യം തന്നെ പേടിച്ച് പോയി ചെറുക്കൻ്റെ ഉപദ്രവം കണ്ടിട്ട്. എന്നിട്ട് ഇവൻ നമ്മുടെ സാം ചോദിക്കുവാണ്, നിനക്ക് വീട്ടിൽ പോകണ്ടേന്ന് ചോദിക്കുവാണ്. അപ്പോൾ പറയുകയാണ്, എനിക്ക് വീട്ടിൽ വലിയ ഇതൊന്നുമില്ല, വലിയ ഫണ്ണൊന്നുമില്ല, എനിക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ല, എനിക്ക് ക്യാമ്പിങ്ങിന് പോകുന്നതാണ് ഇഷ്ടം, എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കല്ലേ എന്ന് സാമിൻ്റെ അടുത്ത് നമ്മുടെ ചെറുക്കൻ പറയുകയാണ്. അപ്പോൾ ഇവൻ പറയില്ല, നമുക്ക് കേവിൽ കുറച്ച് ദിവസം നിൽക്കാം. അപ്പോൾ പറയും, ഓക്കെ ഫൈൻ, എനിക്കപ്പോൾ ഒരുപാട് നേരം എന്താ പറയുക, ഈ ഒരു അതായത് എനിക്ക് കുറച്ച് അപ്പോൾ ദിവസം എനിക്കിവിടെ നല്ല ഫണ്ണായിട്ട് ഒക്കെ ആയിട്ട് നിൽക്കാമല്ലോ എന്നിങ്ങനെ ഇവന് പറഞ്ഞു. പക്ഷേ 11 മണിക്ക് ഇവർ പോയി ഉറങ്ങാൻ. 2 പേരുടെ നടുക്കാണ് ഈ പയ്യനെ കിടത്തി ഉറക്കിയത്. പക്ഷേ ഇവർക്ക് 2 പേർക്കും അറിയായിരുന്നു ഇവൻ എന്തായാലും ഓടിപ്പോകത്തില്ലെന്ന്. 3 മണിക്കൂർ നേരത്തേക്ക് ഇവൻ ഭയങ്കര പ്ലേഫുള്ളായിട്ട് അവിടെയെല്ലാം ഓടി നടക്കുമായിരുന്നു. അങ്ങോട്ട് അലറി കീറുന്നു, ഭയങ്കരമായിട്ട് അടിക്കുന്നു ബില്ലിനെയൊക്കെ. ഞാൻ അവസാനം എങ്ങനെയോ ഉറങ്ങുവാണ് നമ്മുടെ സാം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ്, പിന്നെ സാം ഒരു സ്വപ്നം കണ്ടു. ഒരു പൈറേറ്റ് വന്നിട്ട്, റെഡ് ഹെയർ ഉള്ള പൈറേറ്റ് സാമിനെ കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സാം അങ്ങനെ സ്വപ്നം കണ്ട് ചാടി എണീറ്റപ്പോൾ എന്താണ്, ബില്ലിൻ്റെ കുറേ ഷൗട്ടും കൂവലും ഒക്കെ കേൾക്കുന്നു. അതായത് ഒരു സ്ത്രീ കരയുന്ന കണക്ക് ബില്ല് കിടന്ന് കരയുവാണ്, വളരെ ടെറിഫൈങ് ആയിട്ട്. നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബില്ലിൻ്റെ നെഞ്ചത്തിരുന്ന് ഈ പയ്യൻ ഇങ്ങനെ ബില്ലിൻ്റെ മുടി ചുറ്റി പിടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നൈഫ് വെച്ചിട്ട് ഇവൻ്റെ തല ഇപ്പോൾ വെട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അതെങ്ങനെയെങ്കിലും നൈഫ് ഇവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചപ്പോഴത്തേക്ക് ബില്ല് ഒരുമാതിരി പരിവായി. അങ്ങനെ ബില്ല് പേടിച്ച് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുവാണ്. അപ്പോൾ സാമിനും ഉറക്കം വരുന്നില്ല. കാരണം സാമിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് കത്തിക്കും എന്നെങ്ങാണ്ട് ഏതാണ്ടാണ് പറഞ്ഞത് ഉറങ്ങുന്നതിന് മുന്നേ ചെറുക്കൻ. അപ്പോൾ സാമും ബില്ലും ഇങ്ങനെ ഉണർന്ന് കിടക്കുവാണ്, അഫ്രെയ്ഡായിട്ട്. ആൻഡ് ദെൻ അപ്പോൾ സാമിൻ്റെ അടുത്ത് ബില്ല് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉറങ്ങാത്തത്? അപ്പോൾ സാം കള്ളം പറയുവാണ്, എനിക്ക് ഷോൾഡറിൽ നല്ല പെയിൻ എന്ന്. അപ്പോൾ ബില്ലിന് മനസ്സിലായി, നിന്നെ കത്തിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, നീ അതുകൊണ്ടല്ലേ പേടിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പം എന്നിട്ട് ഇവർ പരസ്പരം പറയുവാണ്, ഇതൊരു റൗഡി കിഡായല്ലോ, ഈ പിള്ളേർക്ക് ഈ പേരൻസിന് പോലും വേണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് പറയുവാണ്, ഒരു കാര്യം ചെയ്യും. ബില്ലിൻ്റെ അടുത്ത് സാം പറയുവാണ്, നിങ്ങൾ 2 പേരും കൂടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യും, ഞാൻ എന്തായാലും മൗണ്ടൻ്റെ മുകളിൽ പോയി എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു. മൗണ്ടൻ്റെ മുകളിൽ പോയി നോക്കുമ്പോൾ എന്താണ്, അതിപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല ഈ പയ്യനെ കിഡ്നാപ്പ്
ചെയ്ത കാര്യമായിരുന്നു. വളരെ പീസ്ഫുള്ളായിട്ട് ആ ടൗൺ ഇങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളൂ രാവിലെ. അതായത് ഒരു ആളുകളെയും കൂട്ടത്തിനെയും ഒന്നും കാണുന്നില്ല. പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ സാമിന് തോന്നിയത്. അപ്പം ദെൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്താണ്, ഇവനൊരു കല്ലെടുത്ത് ഇങ്ങനെ ബില്ലിനെ എടുത്ത് എറിയാൻ വേണ്ടി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ്. എന്നിട്ട് ബില്ല് പറയുവാണ്, നമ്മുടെ സാമിനെ കണ്ടുടനെ ബില്ല് പറയുവാണ്, ഇവൻ്റെ കയ്യിലൊരു വളരെ ഹോട്ട് ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടേറ്റോ ഉണ്ടായിരുന്നു, അത് വെച്ച് അവൻ ഇങ്ങനെ എൻ്റെ പുറകിൽ അത് വെച്ച് ഇങ്ങനെ ഇടിച്ച് മാഷ് ചെയ്ത് തകർത്തെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഇയറിൽ കയറി, എന്നിട്ട് ഇവൻ്റെ ഇയറിൽ അതായത് നമ്മുടെ ബില്ല് തിരിച്ചിടിച്ചു എന്ന് പറഞ്ഞു. ഇതിൻ്റെ കയ്യിൽ വല്ല ഗണ്ണുണ്ടോ എന്ന് സാമിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. ബില്ല് പോയി അവനെ എന്ത് ചെയ്തു, അടങ്ങി ഒതുക്കി ഇരുത്തിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറയുവാണ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദെൻ എന്നിട്ട് പറയുവാണ്, ഇവരുടെ വീട്ടിലിപ്പോൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ വല്ല ആൻറ്റിയുടെ വീട്ടിലോ അല്ലെങ്കിൽ നെയ്ബറിൻ്റെ വീട്ടിലോ കിടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആളുകളെല്ലാം അറിയും, അപ്പോൾ നമുക്ക് $2,000 ചോദിക്കാമെന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് ഈ ചെറുക്കൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്ലെടുത്തിട്ട് ബില്ലിൻ്റെ ലെഫ്റ്റ് ഇയറിൽ ഇങ്ങനെ എറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവൻ്റെ നിന്ന് കല്ലും വാങ്ങിച്ചിട്ട് ഇവൻ്റെ ചെവിയിൽ, അപ്പോഴത്തേക്കും ചെവിയിൽ എന്തൊക്കെയോ അടിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പം നമ്മുടെ ബില്ല് താഴെ വീണു. അവൻ്റെ തലയിൽ നമ്മുടെ സാം കോൾഡ് വാട്ടർ കൊണ്ട് തടവി കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ സാം ചോദിക്കുവാണ്, എന്നെ ഇനി ഇവൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകരുതെന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് ബില്ലിൻ്റെ അടുത്ത് വീണ്ടും ഈ ചെറുക്കനെ ഇവൻ ഭീഷണിപ്പെടുത്തി, തിരിച്ച് വീണ്ടും ബഹളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിടും അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വിടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ഓക്കെ. ആൻഡ് ഇവൻ പറയുവാണ്, അയ്യോ അത് ഞാൻ വെറുതെ തമാശയ്ക്ക് ചെയ്തതാണ്, എന്നെ തിരിച്ച് കൊണ്ട് വിടല്ലേ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറഞ്ഞു, ബ്ലാക്ക് സ്കൗട്ട് എന്നും പറഞ്ഞ് ഒരു ഗെയിം കളിക്കാമെന്ന് പറയുവാണ്. എന്തോ ഗെയിം അത് ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. എന്തായാലും സാം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോയി ഗെയിം കളിക്കും, ഞാൻ എന്തായാലും പോയി ലെറ്റർ എഴുതിയിട്ട് നമുക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറയുവാണ്. ഞാൻ ആ കേവിൻ്റെ അവിടെ പോയിട്ട് അവിടേക്ക് ഒന്ന് നിരീക്ഷിച്ചിട്ട് വരാമെന്ന് ഇങ്ങനെ സാം പറയുവാണ്. ആൻഡ് ഇവൻ നമ്മുടെ ബില്ല് പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് കളിക്കാനൊന്നും, എനിക്ക് പേടിയാവുന്നു, കിഡ്നാപ്പ് ചെയ്തത് ഒരു വല്ലാത്തൊരു ടൈപ്പ് ചെറുക്കനെയാണല്ലോ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത് എന്നൊക്കെ സാമിൻ്റെ അടുത്ത് ബില്ല് കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുവാണ്. ആൻഡ് അവർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ ലെറ്റർ എഴുതാമെന്ന് പറയുന്നു. ലെറ്ററിനകത്ത് നമ്മുടെ എബനസർ ഡോർസെറ്റിനാണ് ലെറ്റർ അയക്കുന്ന രണ്ടുപേരും കൂടി. $1,500 മേടിക്കാം, 2,000 രൂപയൊന്നും അല്ലേ, ചെറുക്കനെ മേയിച്ചതല്ലേ, അതുകൊണ്ട് $1,500 മതി എനിക്ക്. അതുപോലെ തന്നെ മിഡ് നൈറ്റിൽ ഒരു സ്പോട്ടിൻ്റെ അവിടെ കൊണ്ടുവെക്കുക, എന്നിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുവച്ചാൽ മതി. തിരിച്ച് പയ്യനെ കൊണ്ടുപോകാമെന്ന് പറയുവാണ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ പയ്യനെ കൊണ്ടുപോകാം. തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നമാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാലും പ്രശ്നമാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ ആ സമയം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ബ്ലാക്ക് സ്കൗട്ട് എന്നുള്ള ഗെയിം കളിക്കുവാണ്, ബില്ലും നമ്മുടെ പയ്യനും കൂടി. ആൻഡ് ഇവർ ഈ കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾ പോസ്റ്റ് ഓഫീസിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതുപോലെ എബനസർ ഡോർസെറ്റിൻ്റെ മകനെ ആരാണ്ട് തട്ടിക്കൊണ്ട് പോയെന്നോ അല്ലെങ്കിൽ കളഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു. എന്നിട്ട് ഇയാൾ ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. പോസ്റ്റ് ഓഫീസിനടുത്ത് വെച്ച് ന്യൂസ് എല്ലാം പടർന്നല്ലോ. ഇയാൾ പതുക്കല്ലോ ന്യൂസ് പോസ്റ്റ് ചെയ്തിട്ട് ടൊബാക്കോ ഒക്കെ മേടിച്ച് തിരിച്ച് വരുവാണ്. തിരിച്ച് വരുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ അനക്കമില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഈ ബുഷൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നോക്കിയപ്പോൾ മറ്റേ ഹോഴ്സ് റൈഡ് പോലെ ഈ പയ്യൻ ബില്ലിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുവാണ്. നല്ല രീതിയിൽ ചവിട്ടി. 90 മൈൽസാണ് ചവിട്ടിയത്. ബില്ല് പറയുവാണ്, പയ്യനെ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. അപ്പം മറ്റേയാൾ ചോദിച്ചു, അതങ്ങനെ നീ പറഞ്ഞു വിട്ടു? ഞാൻ അവനെ ചവിട്ടി അങ്ങോട്ടെടുത്ത് എറിഞ്ഞിട്ടു എന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സാം ഇങ്ങനെ ബില്ലിൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബില്ല് ഇങ്ങനെ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ ആരാണ് കാണുന്നത്? ബില്ല് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബോയ് ആണ് നിൽക്കുന്നത്. അവൻ ഒരു സ്മൈലോട് കൂടി, വളരെ ഒരു വീക്ക് സ്മൈലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇതിനിറങ്ങി തിരിച്ചതാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഇവനെ $15,000 കൊടുത്തിട്ട് തന്നെ അല്ലെങ്കിൽ മേടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അയാൾ പോയി, നമ്മുടെ സാം ഇങ്ങനെ അവിടെ പോയിട്ട് ഒരു പേസ്റ്റ്, അതായത് ഒരു അടയാളം കൊടുത്തായിരുന്നു, ഒരു മാർക്കിംഗ് പോലെ കൊടുത്തായിരുന്നു ലെറ്ററിനകത്ത്. ഇവിടെ അതായത് ഈ ചെറുക്കനെ 15,000 രൂപ തരാമെന്നാണെന്നുണ്ടെങ്കിൽ വിട്ടു തരാമെന്ന് പറഞ്ഞു. അതിന് റിപ്ലൈ വേണമെന്ന് പറഞ്ഞാൽ, ലെറ്ററിന് റിപ്ലൈ വേണമെന്ന് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് റിപ്ലൈ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സാം ഒരു കാര്യം അയച്ചായിരുന്നു ലെറ്ററിനകത്ത്. സാം ആ ഒരു സ്ഥലത്ത് പോയി നിൽക്കുവാണ് രാത്രിയായപ്പോൾ. അപ്പോൾ ഒരാൾ കൊണ്ട് ലെറ്റർ വെച്ചിട്ട് പോകുന്നത് കണ്ടു. ആ ലെറ്ററിനകത്ത് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ പിന്നെ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എബനസർ ഡോർസെറ്റ് പറയുവാണ്, നിങ്ങളുടെ ലെറ്റർ എനിക്ക് കിട്ടി,
റാൻസം തരുന്ന കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ നിങ്ങളുടെ ഡിമാൻഡ് ഇച്ചിരി ഹൈ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടൊരു പ്രപ്പോസിഷൻ വെക്കുവാണ്, ഒരു കൗണ്ടർ പ്രപ്പോസിഷൻ വെക്കുവാണ്. നിങ്ങൾ ജോണി എന്നാണ് ആ പയ്യൻ്റെ പേര്, ജോണിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയും നിങ്ങൾ എനിക്ക് $250 ഇൻ ക്യാഷ് തരികയും വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ എടുത്തോളാം എന്ന് പറയുവാണ്. അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുകയാണ്. രാത്രി വരുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. നെയ്ബേഴ്സ് ബിലീവ് ചെയ്തിരിക്കുന്നത് അവൻ നഷ്ടപ്പെട്ടു പോയെന്നാണ്. ആൻഡ് എനിക്ക് എന്തായാലും ഇനി വേറെ ഒരു കാര്യത്തിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളൊരു ലെറ്റർ അയച്ചു. ഇത് കണ്ടപ്പോൾ തന്നെ സാം പറയുവാണ്, ഒരു കാര്യം ബില്ല് പറയുവാണ്, $250 അല്ലേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ എന്തായാലും പൈസയുണ്ട്, ഒരു ദിവസം കൂടി ഒരു രാത്രി കൂടി ഇവനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി 12 മണിയായപ്പോൾ എബനേസറിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്ക് ചെയ്തു. അയാൾ വന്ന് തുറന്നു. $250 കൊടുത്തു. എന്നിട്ട് ഈ പയ്യനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ഇവൻ ഒരു വിധത്തിൽ ബില്ലിൻ്റെ ലെഗിൽ നിന്ന് വിട്ടിട്ട് പോകത്തില്ല. ബില്ലിൻ്റെ ലെഗിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര മിനിറ്റ് വേണം നിങ്ങൾക്ക് ഇവനെ എടുത്തുകൊണ്ട് പോയി വീടിനകത്തോട്ട് കയറ്റാൻ? അപ്പോൾ പറഞ്ഞു 10 മിനിറ്റ് മാത്രം മതിയെന്ന്. അപ്പോൾ പറഞ്ഞു, ശരി, 10 മിനിറ്റിനുള്ളിൽ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ വേഗം അവനെ വലിച്ചെടുത്ത് അകത്തിട്. 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ എന്തായാലും സെൻട്രലും സദേണും മിഡിൽ വെസ്റ്റേൺ സ്റ്റേറ്റ് വരെയെങ്കിലും ഞാൻ എത്തും, അല്ലെങ്കിൽ കനേഡിയൻ ബോർഡർ വരെ ഞാൻ താണ്ടും ഇവനെ പേടിച്ചിട്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരോട്, ഈ സാമും ബില്ലും കൂടി ഓടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് വിക്ടിമിൻ്റെ ഫാദറിൻ്റെ പേരെന്താണ്? നമ്മൾ പറഞ്ഞു എബനസർ ഡോർസെറ്റ് എന്നാണ്. പിന്നെ ആദ്യം എത്ര രൂപ മേടിക്കാനായിരുന്നു പ്ലാൻ? $2,000 ആയിരുന്നു. പിന്നീട് അത് $15,000 ആയിട്ട് മാറി. പിന്നെ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവർക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു ഫ്രോഡുലൻ്റ് സ്കീമിന് വേണ്ടി പൈസയ്ക്കായിരുന്നു. ആൻഡ് ദെൻ എന്തായിരുന്നു കിഡ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവരെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഇവൻ്റെ ആക്ടിവിറ്റി എന്തായിരുന്നു? അവൻ പൂച്ചയെടുത്ത് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, പൂച്ചക്കുട്ടിയെ. പിന്നെന്താണ്, അവന് ഫുഡ് എന്താണ് കൊടുത്തതെന്നുള്ളത്, പോയിക്ക് എത്ര വയസ്സുള്ളതെന്നുള്ളതൊക്കെ നമ്മളിപ്പം കഥയ്ക്കകത്ത് ഡിസ്ക്രൈബ് ചെയ്തു. പിന്നെ എബനസർ ഡോർസെറ്റിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നും ജോണിയുടെ, അതായത് മകൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നും, എന്താണ് ഇതിനകത്ത് ഐറണി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോമിക്കൽ എലിമെൻറ്റ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധാരണ പേരൻസ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ റാൻസം അടച്ച് കുട്ടിയെ കൊണ്ടുപോകാനാണ് അത്. പക്ഷേ ഇവിടെ ഇയാൾ ഇങ്ങോട്ട് പൈസ ആവശ്യപ്പെടുകയും മര്യാദയ്ക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നതാണ് നല്ലത്. അതായത് അയാൾക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ലെറ്റർ തിരിച്ചയച്ചത്. തിരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലായി കുട്ടിയെ അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ലെന്ന്, അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് പൈസ തന്നാൽ മാത്രമേ ഞാൻ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളെന്ന് ഇയാൾ പറയുകയും കൂടി ചെയ്തു. ഓക്കെ, പിന്നെ ഇതിനകത്തുനിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത്. കോമിക്കൽ എലിമെൻറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഈ പയ്യൻ ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ ഈ അച്ഛൻ അയച്ച ലെറ്ററും അതെല്ലാമാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ഇപ്പം ബില്ലിനെ ഇവൻ നല്ല രീതിയിൽ ഉപദ്രവിച്ച കാര്യമൊക്കെ പറയുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഐറണി അൺപ്രഡിക്റ്റബിലിറ്റിയാണ് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പേരൻസിന് വേണമെന്ന് പറഞ്ഞിട്ടാണ് തട്ടിക്കൊണ്ട് പോകുന്നത്, പക്ഷേ പേരൻറ്റിന് വേണ്ടാന്ന് പറയുന്നു, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ $250 ബില്ല് വേണം എന്ന് പറയുന്നു. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വേറെ മറ്റൊരു ഐറണീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ആൾ.